നമ്മളിപ്പോൾ ആയിരിക്കുന്നത് SB കോളേജിലെ ഓപ്പൺ ജിമ്മിന്റെ ഏരിയയിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ഉയർച്ചയോടൊപ്പം തന്നെ അവരുടെ ഹെൽത്തിനും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജ് മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും, ഒരുപാട് എക്വിപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. എല്ലാം നമ്മുടെ ഓരോ ബോഡി പാർട്സിനും വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഓരോ ബോഡി പാർട്സിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ചില എക്വിപ്മെന്റ്സിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ എയർ വോക്കർ, ഡബിൾ ട്വിസ്റ്റർ, റോവർ മെഷീൻ, അങ്ങനെ ഒരുപാട് എക്വിപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. ഇത് റോവർ മെഷീൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അഭിഷേക്, ഒന്നിങ്ങോട്ട് വരാമോ? ഇത് അഭിഷേക് ആണ്, ഇവിടെ കോളേജിലെ NCC ആർമി വിങ്ങിലെ NCC കേഡറ്റ് ആണ്. അഭിഷേക്, ഇത് ഈ മെഷീന്റെ പേരെന്താ? ഇതിന്റെ പേര് ഷോൾഡർ വീൽ എന്നാണ്. ഇത് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻസിനും വിങ്സിനും ഒരുപാട് എഫക്റ്റീവ് ഉള്ള സാധനമാണ്. ഇത് എക്യുപ്മെന്റ്സ് ആണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കൈ ഇവിടെ രണ്ടും പിടിക്കും. ഇത് ചെസ്റ്റ് ഫ്രണ്ടിലോട്ട് ആകണം, മാക്സിമം സ്ട്രെച്ച് ചെയ്യിക്കുക. എന്നിട്ട് ഇത് ഒരേ സമയത്ത് ഇങ്ങനെ സ്പിൻ ചെയ്യുക. ഇത് സ്പിൻ ചെയ്യുന്നതനുസരിച്ച് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ തിരിച്ചും ക്ലോക്ക് വൈസിനും ചെയ്യണം. അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ട് ജോയിൻസ്, വിങ്സ്, ഇത് രണ്ടും ചെയ്യാം. ഒന്നും ചെയ്ത് നോക്കിക്കോളൂ. ഇത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും സ്പിൻ ചെയ്യണം. ഓക്കേ. അങ്ങനെ 3 സെറ്റ്. ഓക്കേ. അപ്പോൾ ഇതുകൊണ്ട് നമ്മളുടെ ഷോൾഡറിനും അതുപോലെ തന്നെ വിങ്സിനും ഒക്കെ നല്ലതാണ്. ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂടും, ഇച്ചിരി പവറൊക്കെ നമുക്ക് ആയിക്കാൻ കിട്ടും. അതൊക്കെയാണ് ഇതിന് മെയിൻ ഉള്ള യൂസസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ക്യാമ്പസ് ലൈഫ്. ശരിക്കും ഇത് ഒരു ഫ്രീ പീരീഡ് അല്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ അവേഴ്സ് അല്ല. നമ്മുടെ ക്യാമ്പസ് ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം തന്നെയാണ്. എവിടെയെങ്കിലും ഒരു മൊബൈൽ നോക്കിയോ അല്ലെങ്കിൽ വെറുതെ വർത്താനം പറഞ്ഞോ കളയേണ്ട സമയത്താണ് നമ്മളുടെ കുട്ടികൾ ഇവിടെ വന്ന് ഈ എക്വിപ്മെൻറ്റ്സ് എല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മളുടെ കോളേജ് മാനേജ്മെൻറ്റ് നമ്മളുടെ അക്കാഡമിക് നിലവാരത്തോടൊപ്പം തന്നെ നമ്മളുടെ ശാരീരികമായ ആരോഗ്യവും ഉയർത്തുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഇത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ എല്ലാവരും ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു ശരീരത്ത് മാത്രമേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. പഠനത്തോടൊപ്പം തന്നെ നമ്മൾ എല്ലാ തരത്തിലും ആരോഗ്യമുള്ളവരാണെങ്കിലേ നാളെ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ എന്നും കടപ്പെട്ടവരായിരിക്കും. ഇത് എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമായിരിക്കും. തീർച്ചയായും ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപയോഗം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പം ഞാൻ നിങ്ങളെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം. നമുക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ കഴിവുകളുണ്ട്, പക്ഷേ നമ്മുടെ കഴിവുകൾ കണ്ടുപിടിക്കുക, ആ കഴിവുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ പ്രത്യേകമായ ലക്ഷ്യം. അവർ നമുക്ക് ട്രെയിനിങ് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അങ്ങനെ കമ്പനി വളരണം, അപ്പം നമ്മളും കൂടെ വളരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലേ? ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും വെറുതെ മെഷീനായിട്ട് കാണുകയല്ല, അവരെ റിസോഴ്സായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെയും അപ്പുറത്തേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ഹ്യൂമനെ ക്യാപിറ്റലായിട്ട് കാണാനായിട്ട് തുടങ്ങി. വെരി ഗുഡ്. ഓക്കെ, ക്യാപിറ്റലായിട്ട് കാണാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. അപ്പം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എന്നാൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കാത്ത ഒരു തിയറിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. കേട്ടോ, റെഡിയാണല്ലോ കേൾക്കാനായിട്ട്? അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞോളാമല്ലോ, അല്ലേ? ഓക്കെ.
നമുക്കറിയാം, നമുക്ക് വളരെ ട്രെൻഡി ആയിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? പിന്നെ അനുകരിക്കണമെന്നുള്ള ഭയങ്കരമായ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാലോചിച്ച് നോക്കിയേ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആളുകളെ അനുകരിക്കണം എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലുകൾ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ തലയിൽ അധികമൊന്നുമില്ല, പക്ഷേ തലയിൽ മുടിയുള്ളവർക്ക് ഓരോരോ ഹെയർ സ്റ്റൈലുകളൊക്കെ വരുന്നുണ്ട്, അല്ലേ അമൃത? ഹെയർ സ്റ്റൈലുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ഗേൾസും അല്ലെങ്കിൽ ലേഡീസ് ചെയ്യുന്നതൊക്കെ? ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി, ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഗേൾസിന് പോണിടെയിൽ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് പ്ലേറ്റ്, പിന്നെ ഫിഷ് ടെയിൽ എന്ന് പറയുന്നുണ്ട്, പിന്നെ പുട്ടപ്പിയും, അതായത് ഇപ്പം കെട്ടേക്കുന്നല്ല പുട്ടപ്പിയും. ഓക്കെ. അപ്പോൾ ഈ തരത്തിലുള്ള ഇതുണ്ടല്ലേ, പലരും ചെയ്യുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നായിരിക്കും ഇത് കിട്ടിയത്? ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കെട്ടിയത് ചെയ്തുകൊണ്ട് വളരെ പോപ്പുലറായിട്ട് കണ്ടതിനെ അനുകരിക്കാനായിട്ടുള്ളൊരു ശ്രമമായിരിക്കും അങ്ങനെ വരുന്നത്, അല്ലേ? ബോയ്സിൻ്റെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അഖിലേ, ബോയ്സിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് ഒരു പ്രത്യേക സ്റ്റൈലുകളുള്ളത്? പോംബ്, ബസ് കട്ട്, സീസർ കട്ട്, ആർമി കട്ട്, ടേപ്പർ, അങ്ങനെയൊക്കെ. ഓക്കെ. എനിക്ക് ആകപ്പാടെ ഒരു കട്ടേ ഉള്ളൂ, ഒരു മീഡിയം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അപകടമാകുന്നത് കൊണ്ടാണ്. അപ്പം ബോയ്സിനും അത് ആ രീതിയിൽ തന്നെയുണ്ട്, അല്ലേ? അപ്പം അനുകരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അനുകരിക്കുക, മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കുക. അപ്പോൾ ഇത് സാധാരണ ട്രെൻഡി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഗേൾസിനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരിയേറെ നടീനടന്മാർ നമ്മുടെ മലയാള സിനിമയിൽ വരുന്നുണ്ട്, അല്ലേ? യൂട്യൂബ് ചാനലുകളിൽ അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സിമ്പിൾ വാക്കുണ്ട്, ഗേൾസ് റിപ്പീറ്റായിട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പറയുന്നതാണ് ലൈക്ക് ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടാവോ? ഉണ്ടല്ലേ? ലൈക്ക് ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയിരിക്കുക. ആരുടെ സംസാരത്തിലുണ്ടെങ്കിൽ പോലും ഈ ലൈക്ക് എന്നുള്ള വാക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ ന്യൂസ് അവറൊക്കെ വളരെ ഡ്രൈ ആയിട്ടിരുന്നു. ഒരു ന്യൂസ് മേക്കർ, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞിരുന്ന് പേന കൊണ്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ വന്ന ന്യൂസ് മേക്കേഴ്സ് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നവരെല്ലാവരും ആ രീതിയിൽ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി, അല്ലേ? നമ്മൾ ചാനൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അനുകരിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ വേഷങ്ങൾ നമ്മൾ മാറുന്നത്, ഹെയർ സ്റ്റൈലുകൾ മാറുന്നത്, സംസാര രീതി മാറുന്നത്, ഇതെല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു തിയറിയുണ്ട്, നമ്മൾ പോലും അറിയാത്ത ഒരു തിയറി അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അന്നത്തെ ആളുകളെ നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം അപ്പം ആളുകളുടെ ഈ നിരീക്ഷണ പാഠവും അല്ലെങ്കിൽ മറ്റുള്ള അനുകരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു തിയറിയുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു തിയറി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ തിയറിയുടെ പേരാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ആൽബർട്ട് ബണ്ടൂറ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഉണ്ടാകുന്ന ഒരു തിയറി, അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങളിൽ ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചില പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയൽവാസികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ പറയും, യോ ഇവൻ അവൻ്റെ അപ്പൻ്റെ തനിപ്പകർപ്പാണെന്ന് പറയും, അല്ലേ? അവനെ കൊത്തി വെച്ചിരിക്കുകയാണെന്ന് പറയും. നമ്മുടെ ചില ജസ്റ്റേഴ്സ്, മാനറിസംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അപ്പനെ കണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചില പെൺകുട്ടികളുടെ ചില നേച്ചർ കഴിഞ്ഞാൽ ഇവളുടെ അമ്മ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവളും ചെയ്യുന്നതെന്നുള്ള കമൻറ്റുകൾ നിങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതുണ്ടായത്? നമ്മളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നമ്മളിതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്ന അതിൻ്റെ ആ 4 സ്റ്റെപ്പുകളെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. ഒത്തിരി പേരെ കാണുന്നുണ്ട്, അല്ലേ? ഒത്തിരിയേറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ക്യാമ്പസിലേക്ക് വരുമ്പോഴത്തേക്ക്, നമ്മുടെ ക്യാമ്പസിൻ്റെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ പല സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്, വാഹനങ്ങൾ കാണുന്നുണ്ട്, പല സാറുമാരെ കാണുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? കാണുന്നത് ഒത്തിരിയേറെയുണ്ട്, പക്ഷേ ശ്രദ്ധിക്കുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും, അല്ലേ? കാണുന്നതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. കാണുന്നത് ഒത്തിരിയേറെ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ ചില പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും വെള്ള ഉടുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യം, അതിൻ്റെ നടുക്ക് ഒരുത്തൻ പച്ച ഉടുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ കാണും. എന്താണ്? അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അതിൻ്റെ അകത്ത് എന്താണ്? പ്രത്യേകമായിട്ട് അവൻ വേഷവിധാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കും, അല്ലേ? പക്ഷേ നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്.
എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കുന്നത് വളരെ ചുരുക്കം മാത്രമായിരിക്കും. അപ്പം നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പേരൻസിനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനെയോ ചേച്ചിയോ അമ്മയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പം സോഷ്യൽ ലേണിങ്ങിൻ്റെ നമ്മൾ എല്ലാവരും ലേൺ ചെയ്തിരിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നോക്കുകയല്ല, ശ്രദ്ധയോടെ നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധയോടെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു, അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നുപോകും. എങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യും, ചില ആക്ഷൻസ് അല്ലേ? ഒത്തിരിയേറെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ഇവിടെ വന്ന് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് പ്രസംഗിക്കുന്നു, അദ്ദേഹവുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നു, ക്ലാസ് എടുക്കുന്നു. ആ സമയത്ത് നിങ്ങൾ പല കാര്യങ്ങൾ പുള്ളിയുടെ ഒബ്സർവ് ചെയ്യും അല്ലേ? നിങ്ങളുടെ അറ്റൻഷൻ ലെവൽ നന്നായിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഓർക്കുമോ? ഇല്ല. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്, റിറ്റൻഷൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒത്തിരിയേറെ കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ മനസ്സിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, നിലനിൽക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതിനുശേഷം നമ്മൾ ചെയ്യുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കണമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ ഒരു കോമൺ ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി കുക്കറി ചാനൽസ് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? കുക്കറി ചാനൽസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാലത്തേക്ക് കുക്കറി ചാനലിൻ്റെ കഴിഞ്ഞ ഭക്ഷണം എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് വളരെ സ്റ്റൈലായിട്ട്, നമ്മുടെ സ്റ്റൈലല്ലേ, ഈ 2 വിരലുകൊണ്ടാണ് എടുത്ത് അങ്ങോട്ട് വെക്കുന്നത്. വെച്ച് കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്നാ അല്ലേ? ആരോ ഒരാൾ എവിടെയോ കാണിച്ച് വളരെ അപ്പീലിംഗ് ആയിട്ട് നമുക്ക് തോന്നി, അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. സോ വി ട്രൈ ടു റീപ്രൊഡ്യൂസ് ദാറ്റ് വൺ അല്ലേ? വേറെ എങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇറക്കിയിട്ട് പറയും സൂപ്പർ എന്ന് പറയും. സൂപ്പർ എന്ന് പോലും പറയത്തില്ല, ഇങ്ങനെ നിൽക്കുന്നല്ലേ. അല്ലാതെ പിന്നെ നമുക്കൊരു ഹോളിവുഡ് സ്റ്റൈലിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ അവാർഡുകളൊക്കെ മേടിക്കാനായിട്ട് പോകുമ്പോഴത്തൊക്കെ അവർ കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു ജസ്റ്ററുണ്ട്. ഏതാണ്? പ്ലീസ് ഐ ഡോണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ, ഇങ്ങനത്തെ ഒരു ശൈലിയൊക്കെ ഉണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് അറ്റൻഷനിലൂടെയും റിട്ടൻഷനിലൂടെയും കിട്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ചിലർ നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. ചില നമ്മുടെ ജസ്റ്റേഴ്സ്, ആക്ഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളെ ചിലപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടുണ്ടായിട്ടായിരിക്കും ആൾക്കാർ നന്നായിരിക്കുന്നു എന്ന് പറയുകയാണ്. സോ ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ മീ ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. വീണ്ടും അത് എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഈ 4 സ്റ്റെപ്സും വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റൈല് നിങ്ങളുടെ സ്വീകരിച്ചിട്ടുണ്ട്, അഷ്ന സ്വീകരിച്ചിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റിലൊക്കെ ജോലി ചെയ്തതല്ലേ അല്ലേ? അപ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ചില കോർപ്പറേറ്റിൻ്റെ വലിയ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അറ്റൻഷനും റിറ്റൻഷനും റീപ്രൊഡക്ഷനും മോട്ടിവേഷനും ഒക്കെ ആയിട്ടുള്ളത് ആലോചിക്കാനായിട്ട് പറ്റുമോ? നമ്മുടെ ആമസോണിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയതാരാ? ജുനൈഡ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാം. അവിടെ പോയി അവിടുത്തെ വലിയ ആൾക്കാരിലൊക്കെ ആയിട്ട് സംസാരിച്ചു, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ നല്ല പ്രാക്ടീസുകൾ ജുനൈഡിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ജുനൈഡ് മനസ്സിൽ റീറ്റെയിൻ ചെയ്തു, അത് റിപ്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം നമ്മളെന്നാ പറഞ്ഞത്? നന്നായിരിക്കുന്നു അല്ലേ? ജുനൈഡ് ബിഫോർ ട്രെയിനിങ് ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയായിരുന്നു അല്ലേ? നമ്മുടെ ഒരു ക്ലാസ്സിലെ ഒരു ഉദാഹരണമായിട്ട് പറയാം. നിങ്ങൾക്കും അതുപോലെ തന്നെ കാണുമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട ശാലോം TV പ്രേക്ഷകർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനമുണ്ട്. അത് നമ്മുടെ ബാല്യകാലം മുതൽ നമ്മൾ പരിശീലിക്കുന്നതാണ്, സ്വായത്തമാക്കുന്നതാണ്. അത് ശ്രദ്ധയിലൂടെ, അത് മനസ്സിൽ സംഗ്രഹിക്കുന്നതിലൂടെ, വീണ്ടും ആവർത്തിക്കുന്നതിലൂടെ, അതുവഴി ലഭിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻസ് കിട്ടുന്നതിലൂടെ അത് ആ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും ശാലോം TVയിലെ എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്.
എസ് ബി കോളേജ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങളുടെ കോളേജാണ്. പലപ്പോഴും എന്നെ വിസ്മയപ്പെടുത്തുന്ന ഒരു കാര്യം, എസ് ബിയുടെ കാര്യങ്ങളിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഇപ്പോൾ നിലവിലുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം പൊതുസമൂഹവും ഇടപെടലുകൾ നടത്താറുണ്ട്. എസ് ബി കോളേജിന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ചുറ്റുപാടും മതിലൊക്കെയുണ്ട്, പൊക്കം കുറഞ്ഞ മതിലാണ്. പക്ഷേ ഈ മതിലുകൾ ഒരിക്കലും പൊതുസമൂഹവും അകത്തെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു തടസ്സമായിട്ട് മാറാറില്ല. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ, ആരംഭഘട്ടത്തിൽ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് വിപുലമായ തോതിൽ ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് സുറിയാനി ക്രൈസ്തവർ നിർലോഭം കൊടുത്ത പണം ഈ ഉന്നത വിദ്യാകേന്ദ്രത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൻ്റെ ഓരോ സമയത്തും സഹായമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. ജനങ്ങളുടെ കോളേജ് എന്ന് പറയാനൊരു കാരണം, അതിരാവിലെ ഈ കാമ്പസിലെത്തിയാൽ കാണാൻ പറ്റും ഒരുപാട് ജനങ്ങൾ ഇവിടെ രാവിലെ എക്സർസൈസിനും നടക്കാനൊക്കെ ആയിട്ട് വരും. മറ്റ് പല കോളേജുകളിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത്ര വെളുപ്പിനെ ഇവിടെ ഗേറ്റുകൾ തുറക്കാറുണ്ട്, സംശയം. പക്ഷേ ഇവിടെ ഒരുപാട് പേര് വരും രാവിലെ. ഇവിടുത്തെ റോഡുകളിലൂടെ ഗ്രൗണ്ടിലൂടെയൊക്കെ രാവിലെ എക്സർസൈസിന് വരുന്നവരുണ്ട്. കൂടാതെ റെഗുലറായിട്ട് ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇനി അകത്തെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ പൊതുസമൂഹം ഓടിക്കൂടുന്ന സന്ദർഭങ്ങൾ ഒട്ടനവധിയാണ്. ഇവിടെ 98 സംഭവിച്ച ഒരു കോളേജ് സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം, ഞാൻ ആ സമയത്ത് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയാണ്. ഇവിടെ അകത്ത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ, അതൊരു ചെറിയ കലാപത്തിലേക്കൊക്കെ നീങ്ങുന്ന സൂചനകൾ വന്നപ്പോൾ ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ അന്നത്തെ വികാരി അച്ഛന്, മണ്ഡലച്ഛന് ഇവിടുന്ന് ഒരു സന്ദേശം വന്നു. അച്ഛൻ പറഞ്ഞത് പ്രകാരം അവിടെ കൂട്ടമണി അടിച്ചു. ഞാൻ ആ സമയത്ത് പള്ളിയിലുണ്ട്. ഒരു 8-10 മിനിറ്റ് കൊണ്ട് ഒരു ജനസമുദ്രമായിട്ട് മാറുകയായിരുന്നു ചങ്ങനാശ്ശേരി കത്തീഡ്രലിൻ്റെ അങ്കണം. പെട്ടെന്ന് തന്നെ വികാരിച്ചൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് വലിയൊരു സമൂഹമായിട്ട് റോഡിലൂടെ ഇറങ്ങി എസ് ബി കോളേജിലേക്ക് എത്തി. തുടർന്ന് കുറേ ദിവസങ്ങളോളം ഒരു അരാജകത്വത്തിൻ്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു, അകത്തും പുറത്തും. പക്ഷേ ഒടുക്കം ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയോട് ഏറ്റുമുട്ടി അവർക്ക് വിജയിക്കാനാവാത്തത്ര വിധത്തിൽ എസ് ബി കോളേജിൻ്റെ സ്വത്വത്തെ, തനിമയെ നിലനിർത്താൻ പറ്റിയത് ഈ പൊതുസമൂഹത്തിൻ്റെ ക്രിയാത്മകമായ പങ്കാളിത്തത്തോടു കൂടിയാണ്. അതൊരു വലിയ വിജയമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എസ് ബി കോളേജിന് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം അവർ നെഞ്ചേറ്റി നിർത്തുന്ന ഒരു കേന്ദ്രമാണ്, ഒരു സ്ഥാപനമാണ്, ഒരു കുടുംബമാണ് എസ് ബി കോളേജ്. എൻ്റെ പേര് സാന്ദ്ര. ക്യാമ്പസ് രഥം എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാനിന്ന് പാടുന്നത് വാഴ്ത്തിടുന്നിത എന്ന ഗാനമാണ്. ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി എസ് ജാനകി ആലപിച്ച ഗാനമാണിത്.